ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം ഒന്ന് വായിക്കാം. അത് ആമോസ് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ദരിദ്രരെ മെതിക്കുന്നവരെ, ദേശത്തിലെ സാധുക്കളെ ഓടിച്ചു കളയുന്നവരെ, ഇത് കേൾക്കുവിൻ എന്നാണ് NIVV എന്ന ഈ തർജ്ജിമയിൽ കിടക്കുന്നത്. മാത്യൂസ് വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തർജ്ജിമ ചെയ്തൊരു ബൈബിളുണ്ട്. അതിനെ വിശുദ്ധ സത്യവേദ പുസ്തകം എന്നാണ് എഴുതിയേക്കുന്നത്. അത് എഴുതിയേക്കുന്നത് പാവപ്പെട്ടവരെ വിഴുങ്ങുന്നവരെ, ദേശത്തിലെ ദരിദ്രരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവരെ ഇത് കേൾക്കുവിൻ എന്നാണ് കിടക്കുന്നത്. ദേശത്തെ ദരിദ്രരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവരെ ഇത് കേൾക്കുവിൻ. കേരളത്തിലെ വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, എന്തും കാണിക്കും. പക്ഷെ പറയുന്നത് വളരെ പൊതിഞ്ഞ്, വളരെ ശാന്തമായി, വളരെ മാന്യവും അങ്ങേയറ്റമായിട്ട് ഇത് പറയുള്ളൂ. എന്തു വൃത്തികേടും ആവശ്യം വന്നാൽ കാണിക്കും. അറത്ത കൈക്ക് ഉപ്പ് തേക്കുന്നവർ വളരെ കുറവ് ആൾക്കാരുമാണ്. പക്ഷേ പറയുന്നത് ഭയങ്കര നൈസ് കാര്യമായിരിക്കും. ഒലിപ്പിച്ചേ വർത്തമാനം പറയുള്ളൂ. അപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം പൊതിഞ്ഞു പിടിച്ച് ഭക്തിയും വിനയവും ഒക്കെ അഭിനയിച്ച് വളരെ താഴ്ന്ന സ്വരത്തിൽ ബൈബിളിൻ്റെ ഭാഷയെ സംസാരിക്കും. ഞാനിത് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വന്നുകൊണ്ടിരുന്ന വീഡിയോയ്ക്കകത്തൊരു ക്ലിപ്പ്. ആ ക്ലിപ്പിനകത്ത് ആത്മാർത്ഥതയില്ലാത്ത ഒരു സമൃദ്ധി വിരോധം. പണം വേണം താനും, പണത്തിനെക്കുറിച്ച് സമൃദ്ധിക്ക് എതിരാ താനും. ആത്മാർത്ഥത ഇല്ലാത്തൊരു സമൃദ്ധി വിരോധം. ഞാൻ പറഞ്ഞത് എന്താ? അഭിവൃദ്ധി, വിജയം, ഐശ്വര്യം, സൗഭാഗ്യം, ക്ഷേമ, ഐശ്വര്യം, ഇതൊക്കെ ഈ പ്രോസ്പെരിറ്റി എന്ന വാക്കിൻ്റെ ഡിക്ഷണറിയിലെ അർത്ഥം ഇതൊക്കെയാണ്. പ്രോസ്പെരിറ്റി എന്ന വാക്കിന് ഡിക്ഷണറിയിലുള്ള അർത്ഥം അഭിവൃദ്ധി, വിജയം, ഐശ്വര്യം, സൗഭാഗ്യം, ക്ഷേമ, ഐശ്വര്യം എന്നൊക്കെയാണ് ഡിക്ഷണറി അർത്ഥം. ഇതിലേതെങ്കിലും വേണ്ടാത്ത ഒരു മനുഷ്യൻ കേരളത്തിൽ വിശ്വാസി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചില ന്യൂജൻ സഭക്കാരൻ ഇത് മാത്രം മതി. എന്നാൽ പെന്തക്കോസ്തുകാരന് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുക പോലും വേണ്ട. ഒരാൾക്ക് ഇത് കേൾക്കുക പോലും വേണ്ട, ഒരാൾക്ക് ഇത് മാത്രം മതി. അപ്പം നമ്മൾ തന്നെ നാം മനസ്സിലാക്കണ്ടേ? അതായത് സംഘടന പെന്തക്കോസ്തുകാരന് ഈ അന്ധമായി സമൃദ്ധി എതിർക്കേണ്ട കാര്യം എന്താണ്? സംഘടനാ പെന്തക്കോസ്തുകാരൻ അന്ധമായി ഇതിനെ എതിർക്കേണ്ട കാരണം എന്താ? ഇതിനെ എതിർക്കേണ്ട കാരണം ഒന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനകത്ത് എതിർക്കേണ്ട കാര്യമില്ല. ഇനി കർത്താവിൻ്റെ ഒരു സമൃദ്ധി പറയാം. ഒരു തേങ്ങ നട്ടാൽ ഒരു തെങ്ങും തൈ ഉണ്ടായി, ആ തെങ്ങും തൈ വളർന്നാൽ അവത്ത് നിന്ന് എത്ര തേങ്ങ ഉണ്ടാകും? ആയിരക്കണക്കിന് തേങ്ങ ഉണ്ടാകും. ഈ ഒരു തേങ്ങ വെക്കുന്നത് ഒരു തേങ്ങ ഉണ്ടാകാൻ വേണ്ടിയാണോ? ഇത് കർത്താവിൻ്റെ സമൃദ്ധിയല്ലേ? ഒരടയ്ക്ക കുഴിച്ചിട്ടാൽ ആ അടയ്ക്ക മരം അതിൻ്റെ മരമായി കഴിഞ്ഞാൽ അവത്ത് നിന്ന് ലക്ഷക്കണക്കിന് അടയ്ക്ക കിട്ടും. ഒരു ചക്കക്കുരു കുഴിച്ചിട്ടാൽ ആ ചക്കക്കുരു അത് കിളുത്ത പ്ലാവായി, അവത്തെ പ്ലാവേൽ ചക്കയുള്ളതുണ്ടായി, പ്ലാവ് വെട്ടിക്കളയുന്നില്ലെങ്കിൽ ആ പ്ലാവ് ഒരു പ്രായമായി കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് കിട്ടുന്നത് കോടിക്കണക്കിന് ചക്കക്കുരു കിട്ടും. അത് ദൈവത്തിൻ്റെ സമൃദ്ധിയല്ലേ? ഒരു നെൽമണി നോക്കിക്കേ, നെൽമണി കുഴിച്ചിട്ടാൽ അതിന് മേനി കണക്കിന് കിട്ടുമെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഇനി നോക്ക്, മൃഗങ്ങൾ, മത്സ്യങ്ങളോ ഒക്കെ പെരുകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ മനുഷ്യൻ്റെ കണക്കിനാണോ പെരുകുന്നത്? അപ്പോൾ ചോദ്യം, കർത്താവിൻ്റെ സമൃദ്ധി ഇങ്ങനെയാണെങ്കിൽ സമൃദ്ധി വിരോധികൾക്ക് ഇതൊന്നും വേണ്ടേ? കർത്താവിൻ്റെ സമൃദ്ധി ഇങ്ങനെയാണെങ്കിൽ സമൃദ്ധി വിരോധിക്ക് ഇതൊന്നും വേണ്ടേ? ഇപ്പോൾ ഈ ക്ലിപ്പിട്ട സഹോദരനോട് ചോദിക്കട്ടെ, താങ്കൾ ഒരു തെങ്ങും തൈ കുഴിച്ചു വെക്കുന്നത് ഒരു തേങ്ങ കിട്ടാനാണോ? താങ്കൾ ഒരു മാങ്ങാണ്ടി നട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാവും തൈ നട്ട് കഴിഞ്ഞാൽ ഒരു മാങ്ങ കിട്ടാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്? അല്ലല്ലോ. ഇനി സഭയിൽ പറയുന്നത് തന്നെ ദശാംശം കൊടുത്താൽ ദൈവം എത്ര ഇരട്ടിയായി അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതന്നെ അങ്ങനെ പറയുന്നത്. പിന്നെ എന്തിനാ പിന്നെ ഈ അന്ധമായ സമൃദ്ധി വിരോധം? ഈ വിശ്വാസികളാണെ പോലും എവിടുന്ന് കിട്ടിയാലും സ്തോത്രം പറഞ്ഞത് മേടിക്കുമല്ലോ. ആരുടെ ഇന്ന് കിട്ടിയാലും സ്തോത്രം പറഞ്ഞ് മേടിക്കുമല്ലോ. എത്ര കിട്ടിയാലും മേടിക്കുമല്ലോ.
അതിന് പ്രശ്നമില്ലതാനും സമൃദ്ധി അന്ധമായ വിരോധമാണ്. ഇതിൻ്റെയൊക്കെ ഉറവിടങ്ങൾ സത്യമുള്ളതാണോ? ഈ വല്ലവരും തരുന്ന സാമ്പത്തികത്തിനൊക്കെ ഉറവിടം സത്യമുള്ളതാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ടാണോ മേടിക്കുന്നത്? അങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര ശുശ്രൂഷകർ കേരളത്തിലുണ്ട്? എടാവേ, നീ കൊണ്ടുവരുന്ന ഈ പണം നേരും നെറിയുള്ളതല്ല, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? ബൈബിൾ പറയുന്ന വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളത് എനിക്ക് വേണ്ടാന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട്? ആളില്ലെന്നല്ല, ആളുണ്ടെങ്കിൽ അവരൊരു എവിടെയേലും ഒതുങ്ങിയിരിക്കുന്ന സാധുക്കളായിരിക്കും. ഇതൊന്നും സമൂഹത്തിൻ്റെ മുമ്പിലൊന്നും നിൽക്കുന്ന സാധനങ്ങളായിരിക്കില്ല. എന്നാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് എന്നാ കിട്ടിയാലും കുഴപ്പമില്ല, അവർക്ക് കിട്ടിയാൽ മതി. എന്നിട്ട് ഈ അന്ധമായ സമൃദ്ധി വിരോധി എന്തിനാ പറയുന്നത്? സൗജന്യമായി ആരെന്ത് തന്നാലും വാങ്ങുമല്ലോ, ആരെന്ത് തന്നാലും വാങ്ങുമല്ലോ. കൊച്ചു സഭയാണേലും വലിയ സഭയാണേലും ദശാംശം അതിലധികം വാങ്ങുമല്ലോ. ഇച്ചിരി കൂടുതലൊക്കെ കൊടുക്കുവാണെങ്കിൽ എന്തൊരു സ്വോത്രവച്ചായ, എന്തൊരു സ്വോത്രവച്ചായ. ഇനി ഇതെല്ലാം വാങ്ങിച്ചിട്ട് കർത്താവ് നിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, അങ്ങനെയല്ലേ പ്രാർത്ഥന? ഇപ്പം നമ്മൾ പണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ പണത്തിൻ്റെ ഇതനുസരിച്ചോ കർത്താവ് നിന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന, ഈ ആശംസ പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്നത് അന്ധമായ സമൃദ്ധി വിരോധമാണെങ്കിൽ ഇതിനെയല്ല ഇരുമനസ്സെന്ന് പറയുന്നത്. ആണെങ്കിൽ അതിനെയല്ല ഇരുമനസ്സെന്ന് പറയുന്നത്. സമൃദ്ധി വേണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? പിന്നെ ആ പ്രാർത്ഥന കൊണ്ട് എന്താ അർത്ഥം? സമൃദ്ധി വേണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ പറയുന്നത്, വ്രണങ്ങളുള്ള ലാസറാണ് മാതൃക എങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ വിവാഹം കഴിച്ചത്? വ്രണങ്ങളുള്ള ലാസറാണ് മാതൃക എങ്കിൽ നിങ്ങളെന്തിനാ വിവാഹം കഴിച്ചത്? നിങ്ങളെന്തിനാ ഈ സ്വോത്രക്കാഴ്ച മേടിക്കുന്നു? മെല്ലോൻ്റെ മേശ എന്ന് വീഴുന്നത് കിട്ടുകയല്ലേ? പട്ടി നിൽക്കുന്ന പോലെ റോഡിൽ കിടക്കാൻ മേലേ? പിന്നെ എന്തിനാ ഈ സ്വോത്രക്കാഴ്ച മേടിക്കുന്നത്? ഇനി എന്തിനു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു? ഇനി എന്തിന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു? ഈ പറഞ്ഞ അന്ധമായ സമൃദ്ധി വിരോധത്തിനകത്ത് ഒരാത്മാർത്ഥതയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നത്? എന്തിന് വാഹനങ്ങൾ മേടിക്കുന്നു? എന്തിന് ഒഴിവാക്കാവുന്ന പലതും ഒഴിവാക്കാതെ ഉപയോഗിക്കുന്നു? എന്തിന് ഒഴിവാക്കാവുന്ന പലതും? അതായത് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം എനിക്ക് വേണം, പക്ഷേ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ സഭകളിലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നതുകൊണ്ട് അവരെ എതിർക്കാനുള്ള ഒരു വഴിയാണ് ഈ പ്രോസ്പെരിറ്റി വിരോധം ആണല്ലോ. ന്യൂ ജനറേഷൻ ഇപ്പം നമ്മൾ ഈ സ്ഥാപനമൊക്കെ വെച്ച് കാത്തിരിക്കുക. ഒരുത്തൻ ഹോട്ടൽ തുടങ്ങി, ഒരുത്തൻ ഇറച്ചിക്കട തുടങ്ങി, ഒരുത്തൻ പിന്നെ പലചരക്കട തുടങ്ങി, ഒരുത്തൻ പച്ചക്കറിക്കട തുടങ്ങി. ഞാനൊരു സഭയിട്ടു. ഞാനിവിടെ ഇരുന്ന് പഠിച്ച പണി 18 നോക്കിയിട്ട് ഒരുത്തനും വരുന്നില്ല. നോക്കുമ്പോൾ അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിലോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂജൻ സഭയിലോട്ട് ആളെല്ലാം കൂടെ പോവുക. അപ്പോൾ അവനെ എതിർക്കാനുള്ള ആകെ ഒരു ഒറ്റ ന്യായം നമ്മുടെ കയ്യിലുള്ളത് ഈ അന്ധമായ സമൃദ്ധി വിരോധം മാത്രമേ ഉള്ളൂ. ഇതങ്ങ് അടിച്ചു വിടും. എന്നിട്ടോ ഇത് അടിച്ചു വിട്ടിട്ട് നോട്ടോ അങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്. വെല്ലവും വീണാൽ അതല്ലേ ധനവാൻ്റെ മേശയെന്ന് വീഴുന്ന എച്ചിൽ കഷണം. ആ എച്ചിൽ കഷണം നോക്കിയിരിക്കുന്നതിനും ഭേദം ഈ വ്രണമുള്ള അവസ്ഥ കിടക്കുന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഭേദം ഒറിജിനലായിട്ട് എന്താണ് കർത്താവ് എന്ന് പറഞ്ഞാൽ പോരെ? ഒറിജിനലായിട്ട് എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മനുഷ്യൻ്റെ കുഴപ്പം കൊണ്ടും ചില സാഹചര്യം കൊണ്ടും ഒക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായത്. എൻ്റെ ജീവിതത്തിൽ ഇപ്പം ജോബിൻ്റെ ജീവിതത്തിലെ പോലത്തെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോവുക. കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വരും. ജോബിനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പക്ഷേ ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ ഒരു സാഹചര്യത്തിലൂടെ ഇപ്പം ഞാൻ കടന്നു പോകുന്നത്. ഞാനൊരു കാലത്ത് സാഹചര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാണ്, നാളെ ഞാൻ പുറത്തു വരും. ഈ അവസ്ഥയിൽ കിടന്നിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ പ്രതിസന്ധിയുടെ നടുക്ക് നിൽക്കുമ്പോഴും എനിക്ക് കർത്താവിൻ്റെ വചനം ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും ഞാൻ വചനത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കർത്താവിലും വചനത്തിലും വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. അതായത് എനിക്ക് വേണം, വിശ്വാസിക്ക് വേണ്ട. അതായത് മറ്റുള്ളവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും ചെയ്യണം, എനിക്ക് വേണം താനും, പക്ഷേ ഞാൻ ഇതേ പ്രസംഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവൻ അനുഗ്രഹിക്കപ്പെടരുത്. അതുകൊണ്ടല്ലേ പറയുന്നത് ലാസറ മാതൃകയെന്ന്. വിശ്വാസി അനുഗ്രഹിക്കപ്പെടരുതെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ ലാസറ മാതൃക എന്ന് പറയുന്നത്. എന്തൊരു വിരോധമായത്! ഇത് വഞ്ചനയാണ്, ഇത് കളിപ്പീരാണ്. ഈ ആത്മാർത്ഥതയില്ലാത്ത
സമൃദ്ധി വിരോധം. സംഘടനക്കാരോടൊന്ന് പറയട്ടെ, നിങ്ങൾ ഈ പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ കൺവെൻഷനുകൾ നടക്കുമ്പോൾ, സെൻട്രൽ കൺവെൻഷനുകൾ നടക്കുമ്പോൾ നിങ്ങൾ ആ സ്റ്റേജിലോട്ടൊന്ന് നോക്കണം. ഒറ്റ ദാരിദ്ര്യക്കാരൻ ആ സ്റ്റേജിൽ ഇരിപ്പില്ല, ഒറ്റ ദാരിദ്ര്യക്കാരൻ. ഇനി ഇവരെ വേറെ കാണണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഏറ്റവും കൂടിയ ഡോക്ടർമാരുടെ, ഏറ്റവും ഉന്നത ഡോക്ടർമാരുടെ കൺസൾട്ടിങ് റൂമിൻ്റെ മുമ്പിൽ നോക്കണം. ഇവരെല്ലാം അവിടെയും കാണും. ഇവർ കഴിക്കുന്ന ഭക്ഷണം ആ സൈസാണ്. എന്നിട്ട് നാണമുണ്ടോ ഈ അന്ധമായ സമൃദ്ധി വിരോധം പറഞ്ഞു നടക്കാൻ? ഇത് ആരെ കളിപ്പിക്കാനാണ്? ഇത് ഇവിടുത്തെ ജനത്തിനെ, വിശ്വാസിയെ വെറും ദരിദ്രനാക്കാനോ? അതുകൊണ്ട് പ്രാർത്ഥിക്കാം, വിശ്വാസി ദരിദ്രനായിട്ട് കിടക്കണ്ട, അവർ കയറി വരട്ടെ. നിങ്ങൾക്കെന്താ കുഴപ്പം? അവരുടെ ഉണ്ടേ വല്ലതും മേടിക്കാമല്ലോ. ശരി, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും അവരായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവിൻ്റെ സമൃദ്ധി പ്രാപിച്ച് പുറത്തു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.